ആള് പറയാൻ തേയ്മാനം തേയ്മാനമെന്ന്. എല്ലൊന്നും തേയില്ല, ഇതുവരെ ആർക്കും തേഞ്ഞിട്ടുമില്ല. മലപ്പുറത്തു നിന്നൊക്കെ ഓപ്പറേഷൻ ചെയ്യാൻ വരുന്ന നട്ടല് ഓപ്പറേഷനത്തിന് എഴുതി ക്യാനും കൊണ്ട് വിടാമെന്ന്. ഞാൻ തടവി ഇതുപോലെ തൈലോട്ട് തടവി അവിടെ തരം വായു എറിയിരുന്നു. വയസ്സാവുന്നവര് വീട്ടിനകത്ത് റെസ്റ്റ് എടുത്തിരിക്കരുത്. ഒരിത്തിരിയൊക്കെ ചുറ്റും പറ്റുമൊക്കെ നടന്ന് കൈയും കാലും ഒക്കെ നൂന്ന് ഈ നരമ്പുകളിൽ രക്തം ഓടണം. രക്തം ഓടാത്തോണ്ടാണ് കാലിൽ നീരും അതും ഇതുമൊക്കെ വരുന്നത്. ഓരോന്ന് വേദന കൊണ്ട് പെരയ്ക്കത്തുനിന്ന് ഇറങ്ങൂല, കട്ടിലിന്ന കസേരയെന്ന ഇരിക്കുന്നിടത്ത് നിന്ന് എണീക്കില്ല. വയസ്സാവുന്ന ആളുകളെല്ലാം, ഒരാൾ മാത്രമല്ല, മൊത്തത്തില് എല്ലാവരും ഇറങ്ങി നടക്കുകയും വിശ്രമിക്കുകയും ഇത്തിരി ശരീരം വിയർക്കുന്നതോടെ നടക്കണം വയ്യെങ്കിലും. ഇല്ലെങ്കിൽ ഒരു കമ്പെടുത്ത് കൈ വെച്ചേക്കണം, വടി ഇടിച്ച്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവര് വീണു പോകുന്നുള്ള പേടി കൊണ്ടായിരിക്കും. അപ്പോഴൊരു വടിയെടുത്ത് കൈ വെച്ചേക്കണം, ഒരു കമ്പ് കൈ വെച്ചേക്കണം, അപ്പൊ വീഴൂല. എന്നും കുറച്ചു നേരം നടന്ന് വിശ്രമിക്കണം. ഞാനാണെങ്കിൽ എനിക്ക് 68 വയസ്സുണ്ട്. ഓരോ ദിവസം എനിക്ക് നടന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. നമുക്കങ്ങ് ഇരിക്കാനും നേരമില്ല. തടവും തിരിവും, ആള് മരുന്ന് പറിക്കാൻ പോക്കും, മേടിക്കാൻ പോക്കും, ഒരു സാധനം എല്ലാ സാധനം ഞാൻ പോണം. അപ്പൊ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ വയസ്സായി വയസ്സായി ജോലി ചെയ്യണം. ഞാൻ 65, 68 എന്ന് പറഞ്ഞ ആളുകൾ എന്നെ വിശ്വസിക്കത്തില്ല. 68 വയസ്സുണ്ടെന്ന് പറഞ്ഞ ചുമ്മാ അറിയണമെന്ന് ഞാൻ. നീർക്കെട്ടൊക്കെ മാറി കിട്ടുമല്ലേ? നീർക്കെട്ടുകളെല്ലാം മാറി. കൂടുതലും ഞരമ്പുകൾ ബ്ലോട്ട് ആവുന്നത് രക്തഓട്ടം ഇല്ലാതാവുന്ന, അപ്പോഴും നീരുകൾ അവിടെ അവിടെ വെട്ടി വരും. അത് തന്നെ വെരിക്കോസ് ഉണ്ടാകാൻ കാരണവും അത് തന്നെയാണ്. എന്നുവെച്ചാൽ ആരും നടക്കത്തില്ല. പണ്ട് ഒടിനാളിൽ തള്ളമാര് പാളയക്കടത്ത് എണ്ണ തേച്ച് കുളിപ്പിച്ചിട്ടുള്ളൂ. ശരീരത്തിൽ എണ്ണ ഇടൂല, തലയിൽ തേക്കൂല, അതിന് ഷാമ്പു വരെ തേക്കും. ഷാമ്പു തേച്ച് എല്ലാത്തിൻ്റെയും മൊഴി പൊഴിഞ്ഞൊഴിഞ്ഞ് മുട്ടത്തലേനാവും. അതുപോലെ ശരീരം മൊത്തം ഇപ്പം ഈ തടവുന്നതാണ് എണ്ണ ഇടുന്നത്. അപ്പം ശരീരം മൊത്തം വേദനയാണ് അവർക്ക്, നട്ടല് മൊത്തം. ഇത് ഇവിടെ വന്ന് എണീക്കാൻ വയ്യാത്തവരൊന്ന് ഒരു 2 മണിക്കൂർ തടവി ഇതുപോലെ ഒരു കിടത്തിയിട്ടാണ് പിന്നെയാണ് മരുന്നൊക്കെ വറുത്തോണ്ട് വരുന്നത്. അപ്പോൾ ആ എണ്ണ അവർക്കുള്ള ശരീരത്തെ പിടിക്കുകയും ചെയ്യും, അസുഖവും കുറയും. അപ്പോൾ അവർ നേരത്തെ ഇത്തിരി എണ്ണ തൈലം മേടിച്ചിട്ട് തടവേ തേക്ക് ചൂട് നടക്ക് രക്തോട് ഒക്കെ ഈ രക്തം ഓടാത്തോണ്ടാണ് ഈ തടി കണക്കിരിക്കുന്ന കാലൊക്കെ കണ്ട, കാലിരിക്കുന്ന കണ്ട, അല്ല നീരൊന്നും ഊതി കണക്ക്. നമുക്ക് പിടിച്ചാൽ പോലും മയം കിട്ടില്ല. നീരില്ലെങ്കിൽ നല്ല മയമാണ് കാലിലൊക്കെ, നടക്കൂല. ഇപ്പോൾ ഉള്ള എല്ലാം പെരിക്കകത്ത് വേദന കൊണ്ട് ഓരോന്ന് പെരിക്കകത്തങ്ങ് കിടക്കും, സൗകര്യം നോക്കി. വയസ്സായ ആളുകളെല്ലാം അങ്ങനെ വേണം ചെയ്യാൻ. ശരീരത്തിൽ രക്തം ഓടി ആ ഞരമ്പുകൾ നൂരണം. ആ ഞരമ്പുകൾ അവിടെ രക്തം ബ്ലോട്ടാക്കി നിൽക്കുന്നതുകൊണ്ടാണ് ഈ ശരീരത്തിൽ നീര് വരും, വേദന, നട്ടലിന് പ്രശ്നം ഉണ്ടാവും. നട്ടലിൽ നിന്നാണ് കാലിലോട്ട് വരുന്നത്. കാലിൽ വരുന്ന ഈ മുട്ടിൽ നിന്നാണ് ഈ ചട്ടയ്ക്കകത്ത് വരുന്നത്. ഈ നട്ടലിൽ നിന്ന് വന്ന് ഈ ചട്ടയ്ക്കകത്ത് അകത്ത് കയറിയിട്ടാണ് ആൾ പറയാൻ തേയ്മാനം എന്ന്. എല്ലൊന്നും തേയില്ല, ഇതുവരെ ആർക്കും തേഞ്ഞിട്ടുമില്ല. മലപ്പുറത്തു നിന്നൊക്കെ ഓപ്പറേഷൻ ചെയ്യാൻ വരുന്ന നട്ടല് ഓപ്പറേഷനത്തിന് എഴുതി ക്യാനും കൊണ്ട് വിടാമെന്ന്. ഞാൻ തടവി ഇതുപോലെ തൈലോട്ട് തടവി അവിടെ തരം വായു എറിയിരുന്നു.